ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. കോഴിക്കോട് ജില്ലയിലെ ദേശീയപാത 66 വികസനത്തിൽ രണ്ടാമത്തെ റീച്ചായ വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ളതിൽ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ടൗണാണ് വടകര ടൗൺ. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് വടകര ടൗൺ എത്തുന്നതിന് മുൻപായിട്ട് കരിമ്പന പാലത്തിൻ്റെ അവിടെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ്, പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് എലിവേറ്റഡ് ഫ്ലൈ ഓവർ തുടങ്ങുന്നത്. വടകര ടൗൺ പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വടകര ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തു നിന്നും തുടങ്ങിയിട്ട് പിന്നീട് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ KMCൻ്റെ റീച്ചായ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ളത് ഈ മാസം അവസാനം തുറന്നു കൊടുക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ റീച്ച് വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ളത് വാഗാടിൻ്റെയുമാണ്. എലിവേറ്റഡ് ഫ്ലൈ ഓവറിനനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. പീർ ക്യാപ്പിൻ്റെ വർക്ക് പൂർത്തീകരിച്ചതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു. വടകര എലിവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് ആദ്യമായിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നത് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ്റെ അവിടെയാണ്. ഒരു ഭാഗത്ത് ഇൻസ്റ്റാളേഷൻ പൂർത്തിയായ ഗേർഡറിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്ക് ഷീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു ഫ്ലൈ ഓവറോടെയാണ് വടകര വരുന്ന എലിവേറ്റഡ് ഫ്ലൈ ഓവർ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ഇട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.